നാരായണ 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 ആരാ വാസുദേവനോ? വരിക വരിക. അച്ഛനുണ്ടോ? അച്ഛാ, ഞാൻ വിളിക്കാതെ ഇതൊന്നും നിർത്തണ്ടായിരുന്നില്ലേ? മെല്ലെ മെല്ലെ അത് കയറിക്കോളൂ. തേപ്പൊന്നും വരണ്ട, അത് കയറിക്കോളൂ. കുഞ്ഞാ, അച്ഛൻ ഇങ്ങടെ ഇരുന്നോളൂ. വാസേവാ, ഇങ്ങടെ ഇരുത്തുക, ഇങ്ങടെ ഇരുത്തുക. ഇവിടെ ഇരിക്കൂ, അച്ഛൻ ഇവിടെ ഇരിക്കൂ. വാസേവാ, ബാഗ് ഞാനേ വൈകുന്നേരം വരാം. അല്ല, നേരത്തെ വരണോ? തന്റെ സൗകര്യം പോലെ വരിക. ഓ, വാസേവാ, ലേശം പായസം കഴിക്കണോ?
ആവൂ. എന്തൊക്കെയാടോ വിശേഷം? ശേഷമൊക്കെ ഉള്ളിലിരുന്ന് പറയാ അച്ഛാ. അതെ അതെ, പിടിക്കാം. പിടിക്കാം പിടിക്കാം പിടിക്കാം. വരൂ വരൂ. എത്ര കാലായി ഇങ്ങടൊക്കെ ഒന്ന് വന്നിട്ട്? ആവൂ. തുറക്കണോ? ആവൂ. ഏയ് എന്താ അച്ഛങ്ങനെ നോക്കണേ? ഏയ് ഒന്നുമില്ലടോ. അല്ല, ഒരു കാലത്തെ തൻ്റെ ഒരു വേഷവിധാനവും തൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയും എന്തൊരു മാറ്റാണോ തനിക്ക് വന്നേ. ഇവിടെ ഇരിക്കേ, ഇവിടെ ഇരിക്കേ, ഇരിക്കടോ. എടോ, എന്റെ 18 വയസ്സിലാ തായ്ക്കുണ്ടായേ. അപ്പൊ തനിക്കൊരു 60 ആയിട്ടുള്ളപ്പോ കണ്ട അങ്ങനെയല്ലേ എന്റെ ഏട്ടനാ തോന്നും. പ്രായം കൊണ്ട് മാത്രം കണക്കാക്കിയിട്ട് കാര്യമില്ല അച്ഛാ. പരിതസ്ഥിതിയും കൂടിയും കണക്കാക്കണ്ടേ? ഓ, അതും ശരിയാ. അപ്പൊ എന്തെന്ന് രാവിലെ കഴിച്ചേ? അമ്പലത്തിലെ ശാന്തിയും ഇല്ലത്തെ വ്യവഹാരവും വെടുപ്പായിട്ട് കഴിച്ചു. അതല്ലടോ, പ്രാതൽ എന്താ ഉണ്ടായിന്ന്? ഏയ്, രാവിലെ ഒന്നും പതിവില്ല. ഉച്ചക്ക് കുറച്ച് നേദ്യച്ചോറും തൈരും ഉപ്പിലിട്ടതും കൂട്ടിയുണ്ട് ഗ്ലാസും. വൈകുന്നേരം ഗോതമ്പ് ദോശയും. അത്രേ പതിവുള്ളൂ. ആ, കുട്ടിക്കാലത്ത് തനിക്ക് നേദ്യച്ചോറ് കാടുമില്ല. ഗോതമ്പ് വന്ന് കേട്ടാ കലിയ. എന്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയെ അച്ഛൻ അത് കുപ്പായൊക്കെ ഒന്ന് ഒരു മാറ്റും. നീ എന്തിനാത്? ശരിയാ. കുഞ്ഞാ, എന്താ നീ ഇങ്ങനെ ആലോചിക്കണേ ഇത്ര ഗൗരവമായിട്ട്? ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു അച്ഛാ. രാത്രി ഏറെ ഞെരുക്കം. എന്തൊക്കെയോ ശബ്ദം കേൾക്കും. 4 ദിവസം രാത്രി ഉറക്കല്ല, പേടിയാവുക. പലപ്പോഴും വിചാരിക്കും ഈ ജീവിതങ്ങൾ അവസാനിപ്പിച്ചാലോ. വിഡ്ഢിത്തം പറയാണ്ടിരിക്കട്ടോ. നീ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല, എനിക്ക് ഒരു ബുദ്ധിമുട്ടും കേട്ടോ. കാപ്പിക്ക് കാപ്പി, മരുന്നിന് മരുന്ന്, വസ്ത്രത്തിന് വസ്ത്രം, എല്ലാ കാര്യവും സാവിത്രിയും വാസുദേവനും മത്സരിച്ചാ നോക്കണേ. എന്നിട്ടോ അച്ഛൻ്റെ ഒരു ഭാഗ്യം, അല്ലാതെ എന്താ? അത് ശരിയാ, എന്റെ ഭാഗ്യല്ലേ. എനിക്ക് പണ്ട് വായിച്ച ഒരു ഇംഗ്ലീഷ് കഥ ഓർമ്മ വരിക. എന്താ? ഏത് പുസ്തകം? പറയാം. ഒരു വലിയ വീട്ടിലൊരു കാശുകാരന്റെ വീട്ടിലൊരു പട്ടി. അവൾക്കാച്ച കിടക്കാൻ പട്ടുമെത്ത, വെള്ളിക്കിണ്ണത്തിൽ ചാപ്പാട്, അതിന്റെ കൂടെ ഏസിയാ. അത്ര കേമായിട്ടാ. അത് ശരി. എന്നിട്ടോ ഒരു ദിവസം വെള്ള ഭംഗി കണ്ടിട്ടേ ഒരപ്പട്ടിക്കാരൻ, ചൊക്കിളിപ്പട്ടി, ഒരു നായ ഗേറ്റിന്റെ അരിയിൽ കൂടെ ഇവിടെ കാണാൻ വരിക. ഇതാണെങ്കിൽ ആ വീട്ടിലെ പണിക്കാരൻ കണ്ടു. അവൻ അതിനെ കല്ലെടുത്താണ്ട് എറിഞ്ഞു. അത് ന്യായം. ആ ഏറാങ്ങോട്ട് കൊണ്ടിട്ടേ ആ നായ വേദന കൊണ്ട് കിട്ടി തൊള്ളട്ടാണ്ട് ഓടുക അവിടുന്ന്. ഇത് കണ്ടിട്ട് ഈ പട്ടിക്ക് അതിനോട് സഹതാപല്ലടോ തോന്നണതേ, അവൾക്കൊരു തരം അസൂയടോ തോന്നണതേ. അസൂയേ? അതെ, അസൂയ. പാരതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യത്തിനോട് തോന്നണ അസൂയ. അപ്പൊ എന്റെ അച്ഛന്റെ ഉള്ളിലത്തെ പഴയ സാഹിത്യകാരൻ ഉണർന്നൂല്ലേ? അപ്പൊ ഞാനാണാ തെരുവായ. ഞാനാ പോമറേനിയാണോ? അച്ഛനിപ്പോ പായസം ഊണിന്റെ ഒപ്പം മതിയല്ലേ പറഞ്ഞേ? മതി മതി മതി. ഒന്ന് മുറിക്കാനോ? തിരക്കണമൊന്നുമില്ല, ലേശം പുകല മാത്രം മതിയല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ലേശം.
ദേശോ ആവശ്യം കാലായില്ലേ ഉണ്ടായിട്ടേ കുറച്ച് ശിവ ശിവ തരുന്നുണ്ടെങ്കിൽ ലേശം ഞാനും ആവാ. ഓ കാലല്ലേ കഴിക്കോ. ഞാൻ ഉച്ചക്ക് അതാ മുളകോ ഉപ്പേരിയോ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? ഞാൻ വല്ല കായോ അല്ലെങ്കിൽ കറുവത്തും കായോ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. തൊടിയിൽ ഇറങ്ങിട്ട് ഒരു മണ്ട മണാകുന്നതാണ്. അതൊന്നും എടുക്കട്ടെ. ഏയ് അതൊക്കെ അവിടെ വയ്ക്കേ. തൈര് കടങ്ങില്ലേ? പിന്നെ തീരെ ചീനിമുളകും പുളിഞ്ഞ് ഉപ്പും കൂടി കൂട്ടിയായിട്ട് തിരുമിക്കുക. ഒരേതങ്ങ ചോറുണ്ണ ശ്രീനിവാസ് കൊടുക്കണ്ട കുളത്തിന്റെ അവിടെ ഉണ്ടേ. ഉണ്ടോ? ഞാനും വരാം. ഞാനുണ്ടോ? അച്ഛനെ വെക്കോ? പിന്നെന്താ നല്ല ഞാൻ പിടിക്കും. നല്ല കൂടല്ലേ? എന്താ വയ്യായ ഞാനും വരേ. എടോ ഞാനേ ഒരു കാര്യം നിരീക്ക. എന്താ? ഞാൻ ഇനി തിരിച്ചു പോണില്ലടോ. ഞാൻ നിന്റെ കൂടെ ഇവിടെ അങ്ങോട്ട് കൂടാച്ചിട്ടാ. അയ്യോ, നിനക്ക് വല്ല ഇഷ്ടക്കേടും ഉണ്ടോ? ഇഷ്ടക്കേടോ? ആ, ഇതിലും വലിയൊരു സന്തോഷം ഇനി എന്താ ഉള്ളത് വെച്ചാ? പക്ഷെ സാവിത്രി സമ്മതിക്കോ? സാവിത്രി അല്ല ഞാനാ നിശ്ചയിക്കാനേ. അല്ല, അച്ഛന്റെ മരുന്നൊക്കെ എടുത്തു തരണ്ടേ? ഇനി എന്താ മരുന്നാണോ? നീയല്ല എന്റെ മരുന്ന്. നടക്ക് ഞാനും എനിക്ക് നീയും. അല്ല അച്ഛാ, എനിക്ക് തോന്നുക ഒരു കാലത്ത് നമുക്ക് രണ്ടാൾക്കും വയ്യാൻ്റെ ആയാലോ? ആ, അപ്പൊ ഒരു വഴി ഉണ്ടാവും. ഞാനൊരു വഴി നിരീക്കണ്ടേ? ഓ, ആ, അച്ഛാ, അച്ഛൻ ഒരു കാര്യം ചെയ്യൂ. അച്ഛൻ ഇവിടെ നിന്നാ മതി. മുളകേ അവിടെ നിൽക്കണം, ഞാൻ പോയി പൊട്ടിച്ചോണ്ടിരാ. നോക്കൊന്നവിടെ ഇറങ്ങാടോ കുളത്തിലേക്ക്. മിക്കൊന്ന് കുളിക്കണം.